ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരി അല്ലെങ്കിൽ അതിശയപ്പത്തിരി എന്ന് പറയും കേട്ടോ. അത് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ 2 സവാള എടുത്ത് കുഞ്ഞു പീസസായിട്ട് അരിഞ്ഞെടുക്കുക. അതിനകത്തോട്ട് ഒരു അള്ളി വെളുത്തുള്ളി ചതച്ചതും ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചതച്ചതും വേപ്പിലും ആഡ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് കുരുമുളക് പൊടി, ഉപ്പ്, 3 മുട്ട, പിന്നെ കുറച്ച് പാലും ആഡ് ചെയ്ത് അതിനെ നമ്മൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിക്ക് നമ്മൾ ഒരുവിധം ബാറ്റർ പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് ഇത് വേറെ എണ്ണ കേട്ടോ. മിക്സിയുടെ ജാറെടുത്തിട്ട് ഞാൻ റിച്ച് ക്വാളിറ്റിൻ്റെ ഓയിലാണ് ആഡ് ചെയ്തെടുത്തേക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മൈദപ്പൊടി, ഒരു 1/2 കപ്പ് ഓഫ് മൈദപ്പൊടി ആഡ് ചെയ്ത് നമ്മൾ ഇതിന് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യം ഇപ്പം നമ്മൾ അടിച്ചെടുത്ത മിക്സില്ലേ, ആ ഒരു മിക്സാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ആ ഒരു മിക്സാണ് ഇപ്പം നമുക്ക് ആവശ്യം. അപ്പം നമ്മൾ പാൻ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം അടിച്ചെടുത്ത ഒരു മിക്സില്ലേ, അതെടുത്തിട്ട് നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കണം കേട്ടോ. നല്ല തിന്നായിട്ട് നമ്മൾ ഇതിനെ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഗീയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണ്ട. അതിനകത്തോട്ട് ദോശ ചുടുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 8 എണ്ണമാണ് ചുട്ടെടുത്തത്. നിങ്ങൾക്ക് എന്തോരം ചുടാൻ പറ്റുമോ അതിനനുസരിച്ച് ചുട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്ത് ചീനച്ചട്ടിയെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ അരിഞ്ഞ് വെച്ച സവാള കാര്യങ്ങളൊക്കെ ഒരു മിക്സില്ലേ, ആ ഒരു മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനൊന്ന് ഇളക്കി വെക്കുക കേട്ടോ. അതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെയും അതിൻ്റെ പച്ചമുളകും ഗോൾഡൻ ഷെയ്ഡൊക്കെ ആവുന്നവരെ നമ്മൾ അതിനൊന്ന് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശ നല്ലോണം ചുട്ടെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു സവാള ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 മതി കേട്ടോ. ഒരു കയ്യിൽ ഫുള്ളും വേണ്ട, ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 1/2 മല്ലിപ്പൊടി മതി. പിന്നെ ഒരു ടീസ്പൂൺ ഓഫ് മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ആഡ് ചെയ്ത് നമ്മൾ ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ചിക്കൻ ആയിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു ചിക്കൻ എടുത്ത് നമ്മൾ നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഈ ഒരു സവാളയുടെയൊക്കെ മിക്സിലോട്ടൊന്ന് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പാൻ എടുക്കുക. അതിനകത്തോട്ട് എണ്ണ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഗീയാണ് ആഡ് ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ ചുട്ടെടുത്ത ആ ഒരു ദോശ ഈ ഒരു മുട്ടയുടെ മിക്സിലോട്ട് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേമാതിരി എന്നിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ്റെയൊക്കെ മസാല ഇല്ലേ, ആ ഒരു മസാല ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദോശ എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ ബാറ്ററിലോട്ട് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പിന്നെയും വെച്ച് കൊടുക്കണം. ഇതേമാതിരി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിക്കൻ്റെ ഒരു മിക്സ് വെക്കുക, ദോശ വെക്കുക, ദോശ മുട്ടയെ മുക്കിയിട്ട് വേണം കേട്ടോ വെക്കേണ്ടത്. എന്നിട്ട് അത് വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ നിങ്ങളുടെ കയ്യിൽ എത്ര ദോശ ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുക. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു മസാലയിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക. തിക്കിൽ മസാലാസ് ഇടാനായിരിക്കും നല്ലത്. മസാലാസ് ഇത്തിരി തിക്കിലിട്ടാൽ നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. നല്ല കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പാൻ ചൂടാക്കുക. അതിനകത്ത് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഇത് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ വേഗം ഇതാകുവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഒരു പാൻ അടിയിൽ വെച്ചിട്ട് വേണം ഈ ഒരു പാൻ മുകളിൽ വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി വന്ന ആ ഒരു മുട്ടയുടെ മിക്സിൽ അത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചെടുക്കണം. നമ്മൾ ഇത്തിരി ബാക്കി വെക്കണം ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാനായിട്ട്. ഫുള്ളായിട്ട് നമ്മൾ ഒരു ദോശ മുക്കി തീർക്കരുത്, കുറച്ച് മാറ്റി വെക്കണം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 1/2 ടൈമോളമാണ് വെച്ചെടുത്തത്. ഞാനിപ്പോൾ ഒരു 5:30 വെച്ച് കൊടുത്തിട്ട് 6 മണിക്ക് ഇത് കുക്കാക്കിയിട്ടിട്ടുണ്ട്. അതേമാതിരി ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 6 മണിക്ക് വെച്ചെടുത്തിട്ട് ഇപ്പോൾ 5:30 വെച്ചെടുത്തിട്ട് ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അതിശയപ്പത്തിരിയുടെ അടിയിലത്തെ ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു അതിശയപ്പത്തിരി, നല്ല ടേസ്റ്റുള്ള അതിശയപ്പത്തിരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.